പ്രിയദർശിനി എന്ന് പറഞ്ഞൊരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. ടീ എസ്റ്റേറ്റ് ഭയങ്കര നഷ്ടത്തിൽ കൊണ്ടിരിക്കുന്ന എസ്റ്റേറ്റ് ആയിരുന്നു. 300 ആദിവാസി കുടുംബങ്ങൾ അവിടെ നിന്നാണ് കഞ്ഞി കുടിക്കുന്നത്. ഇവരുടെ ആരോഗ്യം ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഫയലിനകത്ത് ഇവർക്കുള്ള മരുന്നും അല്ലെങ്കിൽ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വാനിൻ്റെ ചിലവ് ഇതൊക്കെ നമ്മൾ പാസ്സാക്കും. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഹെൽത്ത് റിലേറ്റഡ് ചിലവ് കൂടുതലാണ്. TV വരെ ഉണ്ട് അവിടെ. അപ്പോൾ പൊതുവേ ന്യൂട്രീഷനും ഒക്കെ കുറവാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സബ് കളക്ടർ പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ MD കൂടെയാണ്. ഈ MDക്ക് ഒരു ബംഗ്ലാവുണ്ട്, ചായത്തോട്ടത്തിൻ്റെ ഒത്ത നടക്കുന്ന നല്ല ഗംഭീര ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ്. നമ്മുടെ സബ് കളക്ടറുടെ സാധാരണ വസതി കൂടാതെ നോക്കുമ്പോൾ അതൊന്ന് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഡിസംബർ മാസത്തിലാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ എല്ലാവരും വിളിക്കുകയാണ്, വയനാട് റൂം കിട്ടാനില്ല. അപ്പോൾ പലരും വിളിച്ചിട്ട് സബ് കളക്ടറുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും എസ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസോർട്ടിൽ പറയാമോ എന്നൊക്കെ ചോദിച്ച് പലരും വിളിക്കുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്രയ്ക്ക് ഡിമാൻഡുണ്ട് ഇതിന്. ഈ ബംഗ്ലാവ് വെറുതെ പൂട്ടി കിടക്കുകയാണ്. എന്തിനാണ് എനിക്ക് 2 ബംഗ്ലാവ്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊന്നുകൂടെ റിനോവേറ്റ് ചെയ്തിട്ട് ഞാൻ ഫോട്ടോസ് എടുക്കും. ആ സമയത്ത് കുറേ ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഹരായിട്ട് നിൽക്കുന്ന സമയം. അപ്പം ആ എസ്റ്റേറ്റിൻ്റെ മുകളിലൊക്കെ പോയി എടുത്ത പല ഫോട്ടോസ് അതൊക്കെ പ്രിൻ്റ് എടുത്ത് പൈസ ഇല്ലല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ ഫ്ലെക്സിൻ്റെ പിറകിലടിച്ചിട്ട് അപ്പോൾ ഈ ക്യാൻവാസിൻ്റെ ഫിനിഷ് വരും. എന്നിട്ട് ഇത് വലിയ റൂമിൽ ഹാളിലൊക്കെ വെച്ച് ഇതിനെ ഒരു നല്ല ഒരു സ്റ്റൈൽ ആൻഡ് റിസോർട്ടാക്കി മാറ്റി. എന്ന് മാത്രമല്ല, ഇപ്പം ആദിവാസി മേഖലയിൽ ഒരു ടൂറിസം പരിപാടി എന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞാൽ പോരല്ലോ. അവിടെ നിന്ന് വരുന്ന ഫണ്ട് കംപ്ലീറ്റ് നമ്മൾ വേറൊരു അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ആ അക്കൗണ്ടിൽ നിന്ന് ഇവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു സ്കീം ഉണ്ടാക്കി. അപ്പോൾ എന്നിട്ട് നല്ല ചാർജാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ വേറെ പ്രത്യേകിച്ച് അവിടെ വലിയ സൗകര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലെങ്കിലും നല്ല റേറ്റ് അടിച്ചു കൊടുക്കുക. പക്ഷേ ആൾക്കാർ ബില്ലിംഗ് ആയിരുന്നു. ഒന്ന് ഇവിടെ വന്ന് താമസിക്കുന്നു ഈ എസ്റ്റേറ്റിൻ്റെ നടുക്ക്. 2 ഈ നമ്മൾ ഈ ആദിവാസി നമ്മൾ ട്രെയിൻ ചെയ്ത കുക്കും ഒക്കെയാണ്. അവരെ തന്നെയാണ് അവിടെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. അവർ തന്നെ എന്നിട്ട് രാത്രി ഇവരുടെ കൂടെ ഉണ്ടാവും. ഈ ബോൺഫയർ വെക്കാനോ ഇതിനൊക്കെ ഉണ്ടാവും. ട്രെക്കിങ്ങിന് കൊണ്ടുപോകും. അപ്പോൾ ഇതെല്ലാം ഒരു പാക്കേജ് പോലെയാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലോ. നമുക്ക് ശരിക്കും ഇതിനകത്ത് പൈസ കിട്ടാൻ തുടങ്ങി. അതുപോലെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഞ്ഞിയായിട്ട് തുടങ്ങിയിട്ട് അവസാനം സദ്യയാക്കി. ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഈ രീതി വന്നപ്പം നമ്മൾ ഈ എസ്റ്റേറ്റിനകത്താണ് എല്ലാവരും താമസം. ഇവരെല്ലാവരും കൂട്ടത്തോടെ വരും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ഓളമൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. കൂട്ടായ്മ വന്നു, അറ്റൻഡൻസ് ഭയങ്കരമായിട്ട് കൂടി. എന്നിട്ട് ഏറ്റവും ഞെട്ടിക്കുന്നതെന്ന് വെച്ചാൽ ആ വർഷം അവസാനമായപ്പോഴേക്കും നമ്മൾ റെക്കോർഡ് പ്രൊഡക്ഷൻ, ഭയങ്കര റെക്കോർഡ് പ്രൊഡക്ഷൻ ഈ എസ്റ്റേറ്റ് നമ്മൾ ഹെൽത്ത് ചിലവുകൾ കുറയാൻ തുടങ്ങി. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ആകെ ഭക്ഷണം കൊടുക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഭയങ്കര ഇമോഷണൽ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ അവിടെ നിന്ന് പോകാൻ നേരം ഒരു അമ്മച്ചി പോകാൻ നേരം എൻ്റെ അടുത്ത് ഞാൻ മാറുന്നു എന്നിങ്ങനെ ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് ഓർഡർ ഇറങ്ങും ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് അന്നേരം ഈ അമ്മച്ചി ആകെ ചോദിച്ചതെന്ന് വെച്ചാൽ, സാറ് പോയാൽ പിന്നെ ഇത് കഞ്ഞി നിർത്തുമെന്ന്, ഈ ഉച്ചഭക്ഷണം നിർത്തുമെന്ന്, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു.